എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് നമ്മുടെ കാക്കാഷിയെ കാണിക്കുന്നു. അവന്റെ കൂടെ തന്നെ ഇപ്പൊ കുട്ടപ്പനും ഉണ്ട്. കുട്ടപ്പൻ പതിയെ കണ്ണു തുറന്ന് ഇപ്പൊ സാസുക എവിടെയും ചോദിക്കും. അപ്പൊ അതേ സമയത്ത് ലീഫ് വില്ലേജിലെ മറ്റു 3 നിഞ്ചകൾ കൂടെ അവിടേക്ക് വന്ന് കാക്കാഷിയോട് സാസുകയെ പറ്റി ചോദിക്കുമ്പോ അവനാവട്ടെ വീണ്ടും ഒന്നും പറയില്ല. അപ്പൊ തന്നെ അവർക്ക് മനസ്സിലാവും അവനെ കൊണ്ട് സാസുകയെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന്. അപ്പൊ കാക്കാഷി അവരുടെ അടുത്ത് ബാക്കിയുള്ള ഗെനീൻസിന്റെ അവസ്ഥ അതെന്താണെന്ന് ചോദിക്കും. അപ്പൊ അവര് പറയും നാറയ്ക്ക് കുറച്ച് പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്, പക്ഷെ കിബയുടെ കാര്യം അത് വളരെ മോശമാണ്. ഒക്കാഗ ആന്റി ഒരുപാട് മെഡിക്കൽ ടീംസിനെ അയച്ച് അവരെ എല്ലാവരെയും ഇപ്പൊ തിരികെ വില്ലേജിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നെജിയും ചോച്ചിയും അവര് ജീവിക്കോ മരിക്കോ എന്ന് യാതൊരു ഉറപ്പുമില്ല. കുട്ടപ്പന് ഒരുപാട് വിഷമമായിട്ട് അവരുടെ യാത്ര അതിനെക്കുറിച്ച് അവൻ പതിയെ ഓർക്കും. കട്ട് ചെയ്ത ഇപ്പൊ ലീഫ് വില്ലേജില് നമ്മുടെ ആന്റി ആവട്ടെ ഒരുപാട് കഷ്ടപ്പെട്ട് വലിയ ബുക്സ് ഒക്കെ വായിച്ച് ഇപ്പൊ ചോച്ചിക്കും ബാക്കിയുള്ളവർക്കും ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ചോച്ചിയുടെ നില അത് വളരെ ഗുരുതരമാണ്. കിബയാവട്ടെ നൈസായിട്ട് രക്ഷപ്പെട്ടു. പക്ഷെ അവന്റെ പട്ടി അതിന്റെ എല്ലെല്ലാം പുറത്തു വന്ന് അതും ഇപ്പൊ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ നെജി ആവട്ടെ അവന്റെ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടേയിരിക്കുകയാണ്. ഷിസുൻ 3 മണിക്കൂറായിട്ട് അവന് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഹോസ്പിറ്റലിന് പുറത്തായിട്ട് നാറ അവൻ ഒരുപാട് ടെൻഷൻ അടിച്ച് അവന്റെ ചെറിയ പരിക്കുകള് അത് വെച്ച് കെട്ടി അവിടെ ഇരിക്കും. അവന്റെ ടെൻഷൻ കണ്ട് ടെമരി പറയും, ഇത്ര ടെൻഷൻ അടിക്കണ്ട, യാതൊരു കാര്യവുമില്ല. ഫിസിക്കൽ സ്ട്രെങ്തിനേക്കാൾ കൂടുതൽ നിനക്ക് ആവശ്യം മെന്റൽ സ്ട്രെങ്തിനുള്ള ട്രെയിനിങ് ആണെന്ന് അവള് പറയും. പക്ഷെ നാറയ്ക്ക് അതൊന്നും തീരെ പിടിക്കില്ല. കാരണം റിയാലിറ്റി അത് മറ്റൊന്നാണ്. ഒരു മിഷന് എന്തൊക്കെ ത്യാഗങ്ങൾ ആവശ്യമാണെന്ന് അവൻ അറിയാം. പക്ഷെ കൺമുൻപിൽ തനിക്ക് വേണ്ടവര് ജീവന് വേണ്ടി കഷ്ടപ്പെടുമ്പോ നാറയെ കൊണ്ട് ഒരിക്കലും അത് നോക്കി നിൽക്കാനാവില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മിഷന് ലീഡർ ആവുന്നത്. ഒരു ഷിനോബി എങ്ങനെയായിരിക്കണം എന്നെനിക്കറിയില്ല. മാത്രമല്ല അവരുടെ എല്ലാവരുടെയും ജീവന് ഞാനാണ് ഉത്തരവാദി. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് ട്രെയിനിങ് അത് അത്യാവശ്യമാണ്. അത് കേട്ട് ടെമരി എന്തു പറ്റി, പേടിച്ചു പോയോന്ന് അവൻ്റെ അടുത്ത് ചോദിക്കും. അവനുടനെ ടെൻഷനായിട്ട് പുറത്തേക്കിറങ്ങി ഓടുമ്പോ അവന്റെ പപ്പയാവട്ടെ അവനെ തടഞ്ഞു വെക്കും. അതിനവന്റെ പപ്പ ഇങ്ങനെയാണോ ഒരു പെൺകുട്ടി ചോദ്യം ചോദിക്കുമ്പോ മറുപടി നൽകേണ്ടതെന്ന് അവന്റെ അടുത്ത് ചോദിക്കും. അവൻ പറയും, ദയവ് ചെയ്ത് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം, എനിക്ക് വീട്ടിൽ പോകണം. അതിന് പപ്പ ദേഷ്യപ്പെട്ട് പറയും, നീ ഒരു നിഞ്ചയാണ്. മാത്രമല്ല നീ ഇപ്പോ അതിലും വലുതായി ഒരു ഷിനോബി കൂടെയാണ്. നീ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു ലീഡറിനെ അവര് കണ്ടെത്തും. പക്ഷെ അവരുടെ മുഴുവൻ ഉത്തരവാദിത്വവും അത് നിനക്ക് തന്നെയാണ്. നിനക്ക് പകരം മറ്റാര് വന്നാലും അതവരുടെ ജീവന് തന്നെ അപകടമാണ്. ഇപ്പൊ നീ തോറ്റുമടങ്ങിയ പിന്നെ തീർച്ചയായിട്ടും നിനക്കൊരിക്കലും ജയിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോ ഇവിടെ ആന്റി ആവട്ടെ നമ്മുടെ ചോച്ചിക്ക് ഇപ്പൊ സുഖ എന്ന് പറയും. മാത്രമല്ല അവന്റെ ഹെൽത്ത് കണ്ടീഷനും ഇപ്പൊ ഓക്കെയാണ്. നാറ ക്ലാനിലെ ആ ഒരു മെഡിസിൻ സ്ട്രാറ്റജി കൊണ്ട് മാത്രമാണ് ഇപ്പൊ അവരെ സുഖപ്പെടുത്താൻ പറ്റിയെന്ന് പറഞ്ഞ് നമ്മുടെ ആന്റി ആവട്ടെ നാറയെയും അവന്റെ പപ്പയെയും എൻകറേജ് ചെയ്യും. അപ്പൊ ലോങ് ഷോട്ടിൽ നിന്ന് ഷിസുനാവട്ടെ അവിടേക്ക് ഓടി വരും. ഒരു സെക്കൻഡ് നമ്മുടെ ആൾക്കാർ ഞെട്ടിയിട്ട് അവനെ നോക്കി നിൽക്കുമ്പോ അവൻ ചിരിച്ചിട്ട് ഹാപ്പി ആയിട്ട് പറയും, നെജിയെ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ രക്ഷപ്പെടുത്തി. മാത്രമല്ല കാക്കാഷിയും കുട്ടപ്പനും അവര് രണ്ടുപേരും ഇപ്പൊ സേഫ് ആണെന്ന് പറയും. പക്ഷെ എന്താ, അവര് കഷ്ടപ്പെട്ടിറങ്ങിയ ആ ഒരു മിഷൻ അത് ഫെയിലായി. അവരെ കൊണ്ട് ഇപ്പൊ സാസുകയെ തിരികെ കൊണ്ടുവരാൻ സാധിച്ചില്ല. നാറ ആകെ അപ്സെറ്റ് ആയിട്ട് ഇപ്പൊ കരയാൻ തുടങ്ങും. എന്നെ കൊണ്ട് ആ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. കട്ട് ചെയ്താ ഇപ്പൊ സാസുക കറക്റ്റായിട്ട് ഒറോച്ചിമാറുവിന്റെ അടുത്ത് എത്തിച്ചേരും. ഇപ്പൊ അവര് 3 പേരും ഒരേ ടീമായിട്ട് നിൽക്കുകയാണ്. കബൂട്ടോ, ഒറോച്ചിമാറു, സാസുക അവരെങ്ങോട്ടോ എന്തിനെയോ ലക്ഷ്യം വെച്ച് മുൻപോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചുറ്റുമുള്ള ഒരുപാട് സെല്ലില് ഇപ്പൊ കുറെ പേരെ അടച്ചിട്ടായിട്ട് കാണാൻ സാധിക്കും. നീ ഒരുപാട് ലക്കിയാണ്, കാരണം ഒറോച്ചിമാറു നിന്നെ തെരഞ്ഞെടുത്തുവെന്ന് കബൂട്ടോ പറയുമ്പോ അതിന് സാസുക പറയും, എന്താണെങ്കിലും എനിക്ക് യാതൊരു കുഴപ്പമില്ല, പക്ഷെ എനിക്ക് വേണ്ടത് പവറാണ്. അതിന് കബൂട്ടോ പറയും, നിന്റെ മുൻപിൽ നടക്കുന്നത് സാക്ഷാൽ ഒറോച്ചിമാറു ആണ്. അതുകൊണ്ട് തീർച്ചയായും മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ നീ വിവരം അറിയും. സാസുക തിരിഞ്ഞു നോക്കുമ്പോ കബൂട്ടോ ഞെട്ടിയിട്ട് അവന്റെ രൂപം കണ്ട് വണ്ടടിച്ചു പോവും. ഒറോച്ചിമാറു ചിരിക്കും, കാരണം ഇത്രയും പവർഫുൾ ആയിട്ടുള്ള സാസുകയുടെ ബോഡിയാണ് അവനിപ്പോ വീണ് കിട്ടിയിരിക്കുന്നത്. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ കുട്ടപ്പന് അവൻ ഒരുപാട് വിഷമമായിട്ട് സാസുകയുടെ ആ ഒരു ബാൻഡും കൈ പിടിച്ച് അവൻ സാസുകയെ തന്നെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. നീ എന്തൊക്കെ ചെയ്താലും തീർച്ചയായിട്ടും ഞാൻ ഒറോച്ചിമാറുവിന്റെ അടുത്തേക്ക് പോകുന്നു പറഞ്ഞത് സാക്കുറ ആവട്ടെ കുട്ടപ്പന്റെ കാലേ വീണ് എങ്ങനെയെങ്കിലും
സാസുകെ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞത്. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇപ്പൊ കുട്ടപ്പൻ ആലോചിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ കുട്ടപ്പന് തീർച്ചയായിട്ടും ഞാൻ സാസുകയെ തിരികെ കൊണ്ടുവരുമെന്ന് സാക്കുറയോട് പറഞ്ഞ ആ ഒരു വാക്ക് ഓർമ്മ വരും. കട്ട് ചെയ്താ ഇപ്പൊ ഈനോയും സാക്കുറയും റിസപ്ഷനിൽ വന്നിട്ട് ഈനോ ആവട്ടെ ഞാൻ ചോച്ചിയെ കാണാൻ പോവാന്ന് പറയുമ്പോ സാക്കുറ ആവട്ടെ ഞാൻ കുട്ടപ്പനെയും സാസുകയും കാണാൻ പോവുകയാണെന്ന് അവളുടെ അടുത്ത് പറയും. നാറ കുട്ടപ്പന്റെ അടുത്തേക്ക് വന്നിട്ട് യാതൊന്നും പേടിക്കാനില്ല, എല്ലാവരും സേഫ് ആണെന്ന് പറയും. സാസുക അവൻ എന്ത് സംഭവിച്ചുവെന്ന് നാറ ചോദിക്കുമ്പോ ഞാൻ ഒരുപാട് ശ്രമിച്ചു, അപ്പോഴേക്കും അവൻ ഓടിപ്പോയെന്ന് കുട്ടപ്പൻ പറയുമ്പോ അതേ സമയത്ത് ഡോറിന്റെ മറുവശത്ത് ഇപ്പൊ സാക്കുറ ആവട്ടെ അത് കേട്ട് ഷോക്കാവും. കട്ട് ചെയ്താ ഇവിടെ ഈനോ ആവട്ടെ ചോച്ചിയെ കാണാൻ അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ അവനിപ്പോ ഒബ്സർവേഷനിലാണ്. തീർച്ചയായിട്ടും കുറച്ചു കഴിഞ്ഞാൽ മാത്രമേ അവനെ കാണാൻ കഴിയുള്ളൂ എന്ന് അവന്റെ പപ്പ പറയും. പപ്പയ്ക്ക് ആകെയുള്ളൊരു ആശ്വാസം ഇപ്പൊ ആന്റി അവിടേക്ക് 5th ഹൊക്കാഗെ ആയതാണ്. അപ്പൊ സാക്കുറയെ റൗണ്ട്സിന് വന്ന നമ്മുടെ ആന്റി കണ്ട് ഇപ്പൊ കുട്ടപ്പന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു ചെല്ലും. നറൂട്ടോയ്ക്ക് സാക്കുറയെ കാണുമ്പോ തന്നെ ഒരുപാട് വിഷമം വരികയാണ്. അത്രയും നേരം ഫൈറ്റ് ചെയ്ത് ഒരുപാട് അടി കിട്ടിയതില് അവന് യാതൊരു വിഷമവും ഇല്ല. ഇപ്പോഴാണ് കുട്ടപ്പന് കൂടുതൽ വിഷമാവുക. അവൻ സാക്കുറയോട് സോറി പറയുമ്പോ അപ്പൊ അവള് പറയും അതിന് കുഴപ്പമൊന്നുമില്ല, നീ ഓക്കെ അല്ലേ, എനിക്ക് അത് മതി. എന്നിട്ട് വീണ്ടും വിഷയം മാറ്റി ഇപ്പൊ കർട്ടൻ തുറന്ന് ആ ഒരു ക്ലൈമറ്റിനെ കുറിച്ച് അവള് വർണ്ണിക്കാൻ തുടങ്ങും. അതിന് കുട്ടപ്പൻ ടെൻഷനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല ഇത് കണ്ടോണ്ടിരിക്കാൻ, ഞാനൊരു സ്ട്രോങ് നിഞ്ചയാണ്, തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈം ഞാൻ സാസുകയായിട്ട് തന്നെ തിരികെ വരുന്നു പറയുമ്പോ സാക്കുറയ്ക്ക് ചെറിയൊരു ആശ്വാസം തോന്നും. മാത്രമല്ല നാറ, സുനേര് അങ്ങനെ എല്ലാവരും ഞങ്ങൾ തീർച്ചയായിട്ടും സാസുകയെ തിരികെ കൊണ്ടുവരുന്നു പറയുമ്പോ എല്ലാവർക്കും ഒരുപാട് സന്തോഷാവും. ഇപ്പൊ കുട്ടപ്പൻ അവന്റെ മുറിവുകളെ കുറിച്ച് ഓർത്ത് ഒരുപാട് ടെൻഷനായിട്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ഒരു സൗണ്ട് കേൾക്കും, ക്ലിക്ക് ക്ലിക്ക്. അത് മറ്റാരുമല്ല നമ്മുടെ ജിറയ മാമനും ആ ഒരു പേക്കറോൻ തവളയും. മാമൻ പറയും കാര്യങ്ങൾ വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും നിനക്ക് അഡ്വാൻസ്ഡ് ട്രെയിനിങ് തരാനാണ് ഞാനിപ്പോ ഇവിടേക്ക് വന്നിരിക്കുന്നത്. നീ അപകടത്തിലാണ്. അക്കറ്റ്സുക്കി ഓർഗനൈസേഷൻ അവരിപ്പോഴും നിനക്ക് വേണ്ടി തന്നെയാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നിനക്ക് ഞാൻ ട്രെയിനിങ് തരാൻ പോവുകയാണെന്ന് മാമൻ പറയും. അതിന് കുട്ടപ്പൻ നീ ഒരിക്കലും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാറില്ല, എനിക്കിപ്പോ എത്രയും പെട്ടെന്ന് സാസുകയുടെ ജീവൻ രക്ഷിക്കണം, അല്ലെങ്കിൽ അത് വലിയ അപകടമാണ്. ഒറോച്ചിമാറു സാസുകയുടെ ബോഡിക്ക് വേണ്ടിയാണ് ഇത്രയും നാള് കഷ്ടപ്പെട്ടത്. ഇപ്പൊ സാസുക അവന്റെ കൈക്കുള്ളിലായെന്ന് പറയുമ്പോ ജിറയ മാമനാവട്ടെ വണ്ടടിച്ചു പോവും. മാമൻ പറയും അവൻ ഉപയോഗിക്കുന്നത് ഇമ്മോർട്ടാലിറ്റി ജിപ്സു ആണ്. സാസുകയെ കിട്ടാൻ വൈകിയതുകൊണ്ട് തന്നെ ഒറോച്ചിമാറു ഇപ്പൊ തൽക്കാലത്തേക്ക് വേറൊരു ബോഡിയിലേക്ക് മാറിയിട്ടാണുള്ളത്. പുതിയ ബോഡിയിലേക്ക് കയറിയതുകൊണ്ട് ഇനി 3 കൊല്ലം ആ ബോഡിയിൽ തന്നെ അവൻ തുടരണം. അതിനുശേഷം മാത്രമേ അവൻ ഇനി സാസുകയുടെ ബോഡി എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ ഷോക്കായി പോവും. നറൂട്ടോ ഒരുപാട് കൺഫ്യൂഷനായിട്ട് ഇത് സത്യമാണോ ചോദിക്കുമ്പോ മാമൻ പറയും യെസ്, നിനക്കറിയാൻ പാടില്ല പൊന്നെ, തീർച്ചയായിട്ടും അവനൊന്നും സംഭവിക്കില്ല. പക്ഷെ ഇപ്പൊ അവൻ ഒറോച്ചിമാറുവിന്റെ കൂടെയാണ്, തീർച്ചയായിട്ടും അവനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ പറയുന്നത് ദയവായിട്ട് നീ കേൾക്കണം. അവനും ഒറോച്ചിമാറുവിനെ പോലെ ഒരു മോൺസ്റ്റർ ആണ്. ഇങ്ങനെയുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നീ അവനെ തേടി പോകേണ്ട ആവശ്യമില്ല എന്ന് മാമൻ പറയുമ്പോ അതിന് കുട്ടപ്പൻ ടെൻഷനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല, തീർച്ചയായിട്ടും സാസുകയെ ഞാൻ തിരികെ കൊണ്ടുവരും. അത് ഞാൻ സാക്കുറയ്ക്ക് കൊടുത്ത വാക്കാണെന്ന് പറഞ്ഞ് അവൻ കടുംപിടുത്തം പിടിച്ച് അവിടെ തന്നെ ഇരിക്കും. അതിന് മാമൻ പറയും ഒരിക്കലും നിന്നെ കൊണ്ട് അതിന് സാധിക്കില്ല. അതിന് തെളിവാണ് സാസുക നിന്റെ ശരീരത്തിലിട്ട ഈ ഒരു മുറിവുകള്. മാത്രമല്ല അവൻ തീർച്ചയായിട്ടും നിന്നെ കൊന്നുകളയും. അത് കേട്ട് നമ്മുടെ കുട്ടപ്പന് ഒരുപാട് വിഷമാവും. കട്ട് ചെയ്താ ഇപ്പൊ മാമന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ഓർത്തെടുക്കും. അപ്പൊ മാമനും ഒറോച്ചിമാറും ആവട്ടെ ഫൈറ്റ് ചെയ്ത് ശരീരം മുഴുവൻ ചോരയായിട്ട് അങ്ങനെ നോക്കി നിൽക്കാണ്. ജിറയ്യ ഒറോച്ചിമാറുവിന്റെ തൊട്ടടുത്തേക്ക് വരാണ്. എന്നെ ഒരു ബ്രദറായിട്ട് കണക്കൂട്ടി ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. നമ്മൾ ചെറുപ്പം മുതലേ ഒന്നിച്ചാണ് വളർന്നു വന്നത്, എന്നും എപ്പോഴും നമ്മൾ ഒന്നിച്ചായിരുന്നു, നീ പോവരുത് എന്ന് കാലു പിടിക്കുമ്പോ അതിനവൻ എന്റെ വഴിയില് ആരെതിർക്കാൻ വന്നാലും എനിക്കത് പ്രശ്നമല്ല എന്ന് പറഞ്ഞു ജിറയുടെ കൈ തട്ടി മാറ്റി ഇപ്പൊ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ ഒരുങ്ങും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ മാമനാവട്ടെ കുട്ടപ്പന് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. ഒറോച്ചിമാറുവിന് വേണ്ടി ഞാൻ ഒരുപാട് കാത്തിരുന്നു, പക്ഷെ ഇതുവരെ അവൻ തിരികെ വന്നില്ല. അതുപോലെ നിന്റെ സാസുകയും ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്ന് പറയുമ്പോ കുട്ടപ്പന് വീണ്ടും ഒരുപാട് വിഷമാവും. നീ അവനെ തേടി പോവുകയാണെങ്കിൽ ഒരുപാട് കൊല്ലം അവന് വേണ്ടി അലയേണ്ടി വരും. അതുപോലെ തന്നെ എനിക്ക് ട്രെയിനിങ്ങും നിനക്ക് തരാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഒരിക്കലും നിന്നെ ഞാൻ പോവാനായിട്ട് അനുവദിക്കില്ല.
അൻപു ബ്ലാക്ക് ഓപ്സ് പോലും ഇപ്പൊ നിന്നെ തന്നെയാണ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ വെറും ഒരു സാധാരണ പയ്യനല്ല. നിന്റെ ഉള്ളില് ആ ഒരു നയൻ ടൈൽ ഫോക്സിന്റെ പവർ ഉള്ളതുകൊണ്ട് തന്നെ അക്കറ്റ്സുക്കി ഓർഗനൈസേഷൻ അവര് വെറുതെ ഇരിക്കില്ല. എന്റെ അനുവാദമില്ലാതെ നീ പുറത്തേക്ക് പോയാല് തീർച്ചയായിട്ടും ഒറോച്ചിമാറുവും അക്കറ്റ്സുക്കി ഓർഗനൈസേഷനും നിന്നെ വെറുതെ വിടില്ല. പിന്നീട് ആര് വിചാരിച്ചാലും നിന്നെ രക്ഷിക്കാനും സാധിക്കില്ല. അത് ഈ ഗ്രാമത്തിന് മാത്രമല്ല, ഒരുപാട് ഗ്രാമത്തിന് വലിയ പ്രശ്നം ഉണ്ടാക്കും. നീ ഒരു നല്ല ഷിനോബിയായി ട്രെയിനിങ് എടുത്ത് മര്യാദയ്ക്ക് ജീവിക്ക്. അതിന് കുട്ടപ്പൻ ദേഷ്യപ്പെട്ട് പറയും, ഞാൻ സാക്കുറയ്ക്ക് വാക്കുകൊടുത്തു. ഒരു നല്ല ഷിനോബി ആവുന്നതിനേക്കാൾ എനിക്കേറെ ഇഷ്ടം എന്റെ സാസുകയെ രക്ഷിക്കുന്നതാണ്. ഇനി അക്കറ്റ്സുക്കി ഓർഗനൈസേഷൻ എന്നെ തകർക്കാൻ വന്നാൽ തീർച്ചയായിട്ടും അവരെ തന്നെ ഞാൻ ഇല്ലാതാക്കി കളയും. ഇവൻ ഇങ്ങനെ ഒരു മണ്ടനാണല്ലോ എന്ന് പറഞ്ഞ് ഇപ്പൊ മാമനാവട്ടെ തലയ്ക്ക് കൈ കൊടുക്കും. നിന്റെ തീരുമാനം അത് ഉറച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ കൂടെ ഞാനും ഉണ്ടാവും പറയുമ്പോ കുട്ടപ്പന് വീണ്ടും ഒരുപാട് സന്തോഷാവും. കട്ട് ചെയ്താ ഇപ്പൊ അക്കറ്റ്സുക്കി ഓർഗനൈസേഷൻ അവര് ഒരു മീറ്റിംഗ് തന്നെ വെക്കും. ഒറോച്ചിമാറു പോയതിനു ശേഷം 7 കൊല്ലങ്ങൾക്കപ്പുറമാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ്. ഒറോച്ചിമാറു അവനിപ്പോ സാസുകയെ കയ്യിലെടുത്തിരിക്കുന്നു. അവന്റെ ശരീങ്കൻ കണ്ണിന്റെ പവർ അത് ഒറോച്ചിമാറുവിന് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവനെ പിന്നെ തടയാൻ ആർക്കും ആവില്ല. ഇനി നമ്മുടെ മുൻപിൽ വെറും 3 വർഷത്തെ സമയം മാത്രമേ ഉള്ളൂ. അതിനുള്ളില് അവനെ കൊന്നുകളയണം. അതുമാത്രമല്ല, കുട്ടപ്പന്റെ നയൻ ടൈൽ ഫോക്സിന്റെ പവർ അതും നമുക്ക് എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തണമെന്ന് പറയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.